ഞാൻ ബിൽക്കിസ് ബാനുവിന്റെ ബലാത്സംഗക്കാരുടെ മോചനത്തിൽ बिल्किस बानो के बलात्कारियों की रिहाई पर जो बयान दिए സ്പീക്കറുടെ കാര്യം പറയണ്ടല്ലോ. നിഷികാന്ത് ദുബെയും ऑथेंटिकेट करेंगे उसके बाद वो आगे बढ़ेंगे। ആ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? इसलिए मैं इसको खंडन करता हूँ। പ്രഹ്ലാദ് ജോഷിക്കൊന്നുമില്ല, കാരണം ഇതൊക്കെ വസ്തുതയാണല്ലോ പറയുന്നത്. Still not in the record. Still not in the record. തൽക്കാലം ഒന്ന് സമാധാനമായി പിന്നെ പ്രിയങ്ക ഗാന്ധി തുടർന്നു. और एक गौमूत्र के विशेषज्ञ भी हैं। നമസ്കാരം. പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് ശേഷം കനത്ത ആഘാതത്തിലിരിക്കുന്ന മോദിജിയുടെയും ഷാജിയുടെയും സർക്കാരിന്റെ ആപ്പീസ് പൊട്ടിക്കുന്ന പ്രസംഗമായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് ശേഷം പ്രഹ്ലാദ് ജോഷിയെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി എന്തോ ത്യാഗം ചെയ്തു എന്ന പ്രചരണം BJP കൊടുമ്പിരിക്കൊണ്ട് നടത്തുന്നതിനിടയിലാണ് അത് മുളയിലെ നുള്ളിയ പ്രസംഗം വന്നത്. ആ പ്രസംഗത്തിലെ ഉള്ളടക്കമാണ് നിങ്ങളുടെ അടുത്തേക്ക് ആ പ്രസംഗവുമായി വരാൻ എന്നെ കാരണക്കാരനാക്കിയത്. സകല ഉഡായിപ്പുകളും പാർലമെന്റിലിട്ട് കീറിയെറിഞ്ഞു. പുറത്ത് ഐഷി ഘോഷിനെ AKG ഭവനിൽ പോയി അറസ്റ്റ് ചെയ്ത് നാണം മറക്കാൻ ശ്രമിച്ചപ്പോൾ അത് ബ്രിട്ടാസ് പൂട്ടിച്ചു കൊടുത്തു. ഷാജിയുടെ പോലീസ് വണ്ടിയെടുത്ത് സ്ഥലം വിട്ടു. അകത്തോ ലോക്സഭയിൽ പ്രിയങ്കയുടെ ഈ വർത്തമാനം കേട്ട് ഉള്ള ശ്വാസവും പോയി. ഷാജിയും മോദിയും ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്വാസം. പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ മലയാളം പരിഭാഷയിലേക്ക് നമുക്ക് കടക്കാം. ജന്തർ മന്ദിറിലെ പോലീസ് ലാത്തിചാർജിൽ പരിക്കേറ്റ ദില്ലിയിലെ വിദ്യാർത്ഥിനിയുടെ അവസ്ഥയറിയാൻ രാം മനോഹർ ലോഹിയ ആശുപത്രിയിലെ ICUവിൽ പോയ അനുഭവം പറഞ്ഞുകൊണ്ടാണ് പ്രിയങ്ക പ്രസംഗം തുടങ്ങിയത്. ആരോഗ്യമന്ത്രി JP നദ്ദ അവിടെ പോയിരുന്നു. हमसे कुछ ही समय पहले आदरणीय स्वास्थ्य मंत्री जी श्री JP नड्डा वहां गए थे और उनसे कुछ समय पहले अन्य नेता भी गए. जब तक हम वहां पहुंचे उस लड़की की मां नेताओं के आने जाने से गुस्से में थी. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ആ അമ്മ നേതാക്കൾ നിരന്തരം വന്നു പോകുന്നതിൽ കോപാകുലയായിരുന്നു. എന്തിനാണ് വന്നത്? അവൾ ICUവിൻ്റെ വാതിലിന് പുറത്തു നിന്ന് ഞങ്ങളോട് അവർ ചോദിച്ചു. ഞങ്ങളുടെ മുന്നിൽ വിറച്ചുകൊണ്ട് കൈകൾ കൂപ്പി പറഞ്ഞു, നിങ്ങൾ വന്നു, നന്ദി, ശരി, പക്ഷേ എനിക്ക് ആരോടും ഒന്നും പറയാനില്ല, കാണണ്ട എന്ന്. സർ, ആ അമ്മയുടെ വേദനയിൽ അവരുടെ ശരീരം മുഴുവൻ വിറച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഉറച്ച ശബ്ദത്തിൽ അവർ പറഞ്ഞു, രാവിലെ മുതൽ വലിയ വലിയ ആളുകൾ ഇവിടെ വരുന്നു, ഒന്നിനു പുറകെ ഒന്നായി വീഡിയോ എടുക്കുന്നു, അവരും വന്നു, എൻ്റെ ഈ മകളെ അവസ്ഥയിലാക്കിയവരും. എന്തിന്? അവർ ഞങ്ങളോട് ചോദിച്ചു. मैडम എന്തിന്? मेरी बेटी की बलि तो चढ़ गई है, लेकिन उसे कुछ भी हो जाए तो मैं उसके लिए अपने आप लड़ूंगी. സർ, ഒരുപക്ഷെ ഞാൻ ഇവിടെ നിന്ന് എല്ലാവരുടെയും മുന്നിൽ ഇത് പറയേണ്ടതില്ലായിരുന്നു. പക്ഷേ ആ അമ്മയുടെ നിലവിളി എന്നെ ലജ്ജിപ്പിച്ചു. അവരുടെ ഹൃദയം പൊട്ടുന്ന ആ ശബ്ദം ആശുപത്രിയുടെ ചുവരുകളിൽ പ്രതിധ്വനിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ മുഴങ്ങുന്നു. അതുകൊണ്ട് ആ അമ്മയുടെ അനുമതി വാങ്ങാതെ തന്നെ നിങ്ങളിലൂടെ ആദരണീയനായ പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു നിരപരാധിയായ കുട്ടിയുടെ മേൽ ഇങ്ങനെ അടിച്ചമർത്തേണ്ട ആവശ്യമുണ്ടായിരുന്നോ? വിദ്യാർത്ഥികളുടെ മേൽ കണ്ണീർ വാതകം പ്രയോഗിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അവരുടെ മേൽ ലാത്തി വർഷിക്കേണ്ടതുണ്ടായിരുന്നോ? ജലപീരങ്കികൾ ഉപയോഗിക്കണമായിരുന്നോ? ആ യുവതികളെ അപമാനിച്ച് അവരുടെ വസ്ത്രങ്ങൾ കീറേണ്ടതുണ്ടായിരുന്നോ? അവരെ നിഷ്ഠൂരമായി വൃത്തികെട്ട രീതിയിൽ അടിക്കണമായിരുന്നോ? രാജ്യത്തിന്റെ യുവാക്കളുടെ മേൽ പെല്ലറ്റ് ഗണ്ണുകളും AK-47 പ്രയോഗിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? क्या आतंकवादी है, टेररिस्ट है? हाँ, कांग्रेस बोल रही है. ആഭ്യന്തരമന്ത്രി മറുപടി പറയുമോ? जवाब मांग रही है, जवाब दीजिए. ആരാണ് പെല്ലറ്റ് ഗണ്ണുകൾ പ്രയോഗിക്കാൻ ഉത്തരവ് നൽകിയത്? किसने ऑर्डर दिया? प्रधानमंत्री जी ने दिया? गृहमंत्री जी ने दिया? രാജ്യത്തെ മാതാപിതാക്കൾ ചോദിക്കുന്നു, വിദ്യാർത്ഥികൾ ചോദിക്കുന്നു, അധ്യാപകർ ചോദിക്കുന്നു, മുഴുവൻ രാജ്യവും ആവർത്തിക്കുന്നു. ഈ ചോദ്യത്തിന് മറുപടി നൽകുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ യുവാക്കളെ ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ രാജ്യത്തെ ഉയർന്ന ശബ്ദത്തെ ഭയപ്പെടുന്നത്? ആ ശബ്ദത്തെ അടിച്ചമർത്താനുള്ള അവകാശം ആരാണ് നിങ്ങൾക്ക് നൽകിയത്? इस देश का संविधान हमारी सर आंखों पे, इस देश का लोकतंत्र सर्वोपरि है, इसे ध्वस्त करना पाप है. ഈ കുഴപ്പത്തിലായ കുട്ടികൾ അവരുടെ പ്രതീക്ഷകൾ നിങ്ങളുമായി പങ്കുവച്ചു. അവരുടെ ആവശ്യങ്ങൾ എന്തായിരുന്നു? പേപ്പർ ലീക്ക് ചെയ്ത് അവരോട് ആവർത്തിച്ച് അനീതി കാണിക്കുന്നതിനെതിരെ നടപടിയെടുക്കുക, അവരുടെ ഭാവിയെ തകർക്കുന്ന സിസ്റ്റം പരിഷ്കരിക്കുക, അവരെ വളഞ്ഞിരിക്കുന്ന മാഫിയയെ നീക്കം ചെയ്യുക. ആരുടെ കാലത്താണ് ഇതെല്ലാം സംഭവിച്ചത്? कि जो सिस्टम उनके भविष्य को कुचल रहा है उसे सुधारा जाए, कि जो माफिया उन्हें घेरे हुए है उसे हटाया जाए, कि जिस मंत्री के कार्यकाल में ये सब हुआ वह इस्तीफा दे. ആ മന്ത്രി രാജിവെക്കുക, അവരുടെ അനീതി കാണിച്ചവർക്കെതിരെ നടപടിയെടുക്കുക, അതിന് മാപ്പ് ചോദിക്കുക. അത്രമാത്രമായിരുന്നു അവരുടെ ആവശ്യം. ഭരണഘടന അവർക്ക് നൽകിയ വിദ്യാഭ്യാസത്തിൻ്റെയും സ്വതന്ത്ര അഭിപ്രായ പ്രകടനത്തിൻ്റെയും അവകാശം നിലനിർത്തുക എന്നതായിരുന്നു ആവശ്യം. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ RSS പ്രചാരകരെ നിറച്ച് അതിനെ പൊള്ളയാക്കി, നിർബന്ധിതമായി NTA ഉണ്ടാക്കി സിസ്റ്റത്തെ കേന്ദ്രീകരിച്ച് കുഴപ്പത്തിലാക്കി. സത്യം ഇതാണ്,
ആശുപത്രിയിൽ ആ വിദ്യാർത്ഥിനിയുടെ അമ്മയുടെ വിശ്വാസം മുഴുവൻ സിസ്റ്റത്തിൽ നിന്ന് പോലെയായിരുന്നു. രാജ്യത്തിൻ്റെ യുവാക്കളുടെ വിശ്വാസവും ഈ മുഴുവൻ സിസ്റ്റത്തിൽ നിന്ന് തകർന്നിരിക്കുന്നു. ഇങ്ങനെ രാജ്യത്തിൻ്റെ ഭാവിയായ യുവാക്കൾ നിരാശരായി സർക്കാരിൽ നിന്നും സിസ്റ്റത്തിൽ നിന്നും വിശ്വാസം പിൻവലിക്കുമ്പോൾ ആ വിശ്വാസം വീണ്ടും നിർമ്മിക്കാൻ സിസ്റ്റത്തിനുള്ളിൽ നിന്ന് മറുപടി തേടാനാവില്ല. അതിൻ്റെ പരിധിക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. പുതുതായി ശക്തമായ ശ്രമങ്ങൾ നടത്തേണ്ടി വരും. അതാണ് സമരത്തിലേക്ക് നയിച്ചത്. ഖേദകരമായ കാര്യം ഇതാണ്. ഇത്രയും സംഭവിച്ചിട്ടും പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും സത്യം മനസ്സിലാകുന്നില്ല. അവരിപ്പോഴും ചിന്തിക്കുന്നത് PR നറേറ്റീവ് ചേഞ്ച്, ഗോദി മീഡിയയുടെ സഹായത്തോടെ ഒരിക്കൽ കൂടി അവരുടെ കപ്പൽ കരയ്ക്കെത്തും എന്നാണ്. മുൻ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ലജ്ജാകരമായ സാഹചര്യങ്ങളിൽ രാജിവെച്ചു. ഇന്നലെ ഇവിടെ എൻ്റെ ഭരണപക്ഷ MP-മാർ സിന്ദാബാദ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഒരു സൂപ്പർ സ്റ്റാർ എത്തിയതുപോലെ മുൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് കിരീടമണിയിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തപ്പോൾ മഹാരാഷ്ട്രയിലെ ഒരു കുടുംബം പേപ്പർ ലീക്ക് ഇരയായ തങ്ങളുടെ മകളുടെ ആത്മഹത്യയുടെ ദുഃഖം അനുഭവിക്കുകയായിരുന്നു. जब भूतपूर्व शिक्षा मंत्री को मुकुट पहनाया जा रहा था, स्वागत हो रहा था उनका, तब महाराष्ट्र में एक परिवार पेपर लीक पीड़ित अपनी बेटी की आत्महत्या का शोक मना रहा था. നിങ്ങളുടെ സർക്കാർ രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് എന്ത് സന്ദേശമാണ് നൽകിയത്? നിങ്ങൾക്ക് എന്തിൻ്റെ ആണ് അഭിമാനം? എന്തിൻ്റെയാണ് ഗൗരവമുള്ളത്? ഇത് ഏത് അഹങ്കാരമാണ്? അവിടെ കണ്ണുകളിൽ ലജ്ജ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഇവിടെ നാണം കെട്ടും സ്വാഗതനാദങ്ങൾ മുഴക്കുകയാണ്. ഒരു വശത്ത് ആഹ്ലാദം, മറുവശത്ത് ദുഃഖം. നിങ്ങൾ ഇവിടെ പൂമാലകൾ അണിയിക്കുകയാണ് അതിന് കാരണക്കാരായ ആളുകളെ. ആരെങ്കിലും നിങ്ങളെ വിശ്വസിക്കുമോ? പ്രധാനമന്ത്രി പുതിയ വിദ്യാഭ്യാസ മന്ത്രിയെ തെരഞ്ഞെടുത്തു. ഒരു ഗർഭിണിയായ സ്ത്രീയുടെ ബലാത്സംഗക്കാരുടെ മോചനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച, സന്തോഷം അറിയിച്ച ഒരാളെ ആ പദവിയിൽ നിയമിച്ചു. രാജ്യത്തെ കോടിക്കണക്കിന് പെൺകുട്ടികൾക്ക് പ്രധാനമന്ത്രി എന്ത് സന്ദേശമാണ് നൽകിയത്? प्रधानमंत्री महोदय जी ने नया शिक्षा मंत्री चुना. एक ऐसे व्यक्ति को इस पद पर आसीन किया जिसने एक गर्भवती महिला के बलात्कारियों की रिहाई पर अपनी सहमति व्यक्त की, खुशी जताई. ഇതോടെയാണ് ഭരണപക്ഷത്തിന് രോഷം കൈവിട്ടുപോയത്. കാരണം പ്രഹ്ലാദ് ജോഷി അത്തരമൊരു സംഭവത്തിൻ്റെ പശ്ചാത്തലമുള്ള ആളാണ് എന്ന് രാജ്യത്തോട് വിളിച്ചു പറയുകയാണ് പ്രിയങ്ക ചെയ്തത്. ഇതോടെ സഭയിൽ ബഹളമായി. കംപ്ലീറ്റ് കൊള്ള നടത്തി വിദ്യാഭ്യാസ രംഗം കുഴപ്പത്തിലാക്കി ആ അവസ്ഥയിലേക്ക് എത്തിച്ച് ഒരാളെ മാറ്റി, ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി, പുതിയൊരു മന്ത്രിയെ വെച്ചു. എന്നിട്ട് ഈ മന്ത്രിയുടെ ഭൂതകാലം അതിലും മോശമാണ് എന്ന് അത് ചികഞ്ഞ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നാണം കെടുത്താൻ പാടുണ്ടോ? എന്തായാലും ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് ഈ പ്രിയങ്ക ഗാന്ധി പറഞ്ഞ അഭിപ്രായം ഒരു തരത്തിൽ ക്യാരക്ടർ അസാസിനേഷനാണ് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ റിജിജു ആഞ്ഞടിച്ചു. लेकिन जो अभी अभी हमारे वर्तमान नए शिक्षा मंत्री को जो उन्होंने टिप्पणी की, कैरेक्टर असैसिनेशन है एक तरीके से संसद में. അവരുടെ പാർട്ടിയിലെ സീനിയർ ലീഡറാണ്, ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. പക്ഷേ പാർട്ടിയിൽ സീനിയറാണ്, ഉത്തരവാദിത്തോടെ സംസാരിക്കണം. उनके पार्टी के वो सीनियर लीडर है, वो पहली बार चुन के आए हैं, मगर उनके पार्टी में सीनियर है. जिम्मेदारी के साथ बोलना चाहिए. अगर पूरा ऑथेंटिकेट नहीं कर सकते हैं तो मैं ये मानता हूं कि उनको क्षमा मांगना चाहिए सदन से. സ്പീക്കറുടെ കാര്യം പറയണ്ടല്ലോ, മൂപ്പരുടെ കസേര പോണ കാര്യമാണ്. മൂപ്പർക്ക് ഇത് നോക്കണ്ടേ? പിന്നാലെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു, ഞാൻ ബിൽക്കിസ് ബാനുവിൻ്റെ ബലാത്സംഗക്കാരുടെ മോചനത്തിൽ പ്രഹ്ലാദ് ജോഷി നൽകിയ പ്രസ്താവനയുടെ തെളിവ് നിങ്ങൾക്ക് തരാം, ഞാൻ അയച്ചു തരാം എന്ന് പറഞ്ഞു. जो प्रहलाद जोशी जी ने बिल्किस बानो के बलात्कारियों की रिहाई पर जो बयान दिए, उसका प्रमाण मैं आपको दे दूंगी, मैं भेज दूंगी. ബിൽക്കിസ് ബാനുവിൻ്റെ കേസിൽ പ്രതികളെ മോചിപ്പിക്കാനും അവരുടെ മോചനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുമുള്ള പ്രഹ്ലാദ് ജോഷിയുടെ മുൻ പ്രതികരണത്തെക്കുറിച്ചാണ് അവർ പറഞ്ഞത്. അതിനുള്ള തെളിവ് തരാം എന്ന് ഇഷ്ടംപോലെ പത്രങ്ങളിൽ വന്ന തെളിവുണ്ട്, നമ്മുടെയൊക്കെ മുമ്പിലുണ്ടല്ലോ. നമ്മളൊക്കെ അത് മറന്നുപോയതുകൊണ്ടാണ്. എന്തായാലും പ്രിയങ്ക ഗാന്ധിയായിട്ട് അത് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവർ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ചങ്ങായിമാർക്ക് അങ്ങനെ സൗര്യത്തോടെ ഇരിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള പ്രതികരണങ്ങൾ വരുന്നത്. ഉടനെ എല്ലാവരും ബഹളം വെച്ച് എണീറ്റു. പ്രഹ്ലാദ് ജോഷി തന്നെ രംഗത്തിറങ്ങി. നിഷികാന്ത് ദുബെയും പതിവ് പോലെ ബഹളം വെച്ചു. ऑथेंटिकेट करेंगे उसके बाद वो आगे बढ़ेंगे, ऐसा नहीं होगा. पहले ऑथेंटिकेट करने दो सर. उनको ऑथेंटिकेट करने के लिए कहिए, ऑथेंटिकेट करने कहिए उनको. നിയമവും വകുപ്പുമെല്ലാം ഉദ്ധരിച്ച് തടസ്സപ്പെടുത്താൻ നിഷികാന്ത് സുബെ പുസ്തകം എടുത്ത് ഉയർത്തി കാണിച്ചു. मैं उस पर कायम हूं और मैं किताब जो है ऑथेंटिकेट करने के लिए तैयार हूं. अय्याज थे, नेहरू अय्याज थे. मैं फिर दोबारा रिपीट कर रहा हूं, आई एम अगेन रिपीटिंग. यही फैक्ट है.
പിന്നാലെ തന്നെക്കുറിച്ച് പറഞ്ഞതിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയും പ്രതികരിച്ചു. ऑथेंटिक करना चाहिए, ऑथेंटिकेट करना चाहिए और जो मिस इन्फॉर्मेशन कर रहे हैं नहीं तो मिस इन्फॉर्मेशन के लिए कार्रवाई करना चाहिए सर. ये क्या कुछ भी बोल के चल सकते हैं क्या? इसलिए मैं इसको खंडन करता हूँ और उसको एक्सपेल करना चाहिए और उनको माफी मांगना चाहिए. ആ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രഹ്ലാദ് ജോഷിക്കൊന്നുമില്ല. കാരണം ഇതൊക്കെ വസ്തുതയാണല്ലോ പറയുന്നത് പ്രിയങ്ക ഗാന്ധി. പാവം ഓം ബിർള എന്ത് ചെയ്യും? जब तक कि सदस्य ने अध्यक्ष और संबंधित मंत्री को पर्याप्त अग्रिम सूचना नहीं दे दी. Honorable Shrikant Dubey told, still that is in the record about Indira Gandhi ji. Still that is in the record. Still that is in the record. Sir, you are not removed, sir. തൽക്കാലം ഒന്ന് സമാധാനമായി പിന്നെ പ്രിയങ്ക ഗാന്ധി തുടർന്നു. സമരസ്ഥലത്ത് പോലീസ് നിയമവിരുദ്ധമായി ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് സ്വകാര്യത ലംഘിച്ച പ്രശ്നം അവർ ഉയർത്തി. ഫേസ് റെക്കഗ്നിഷൻ സംവിധാനം ഉപയോഗിച്ച് പ്രകടനം നടത്തിയ വിദ്യാർത്ഥികളുടെ പേരും വിലാസവും ഇപ്പോൾ പരസ്യപ്പെടുത്തുകയാണ് സാർ. എന്നാൽ പേപ്പർ ലീക്ക് ചെയ്ത കുറ്റവാളികൾക്കെതിരെ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ലജ്ജിക്കുകയാണ് വേണ്ടത്. ഈ ബില്ലിൽ പേപ്പർ ലീക്ക് തടയാൻ ഒരു ശക്തമായ നടപടിയും ഇല്ല. അപ്പോൾ രാജ്യത്തിൻ്റെ യുവാക്കളുടെ വിശ്വാസം എങ്ങനെ വീണ്ടെടുക്കും? ആദരണീയനായ പ്രധാനമന്ത്രിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹം തൻ്റെ ഉപദേഷ്ടാക്കളെ മാറ്റണം. അവർ യാഥാർത്ഥ്യത്തിൽ നിന്ന് പൂർണ്ണമായും അകന്നിരിക്കുന്നു. പുതിയ കമ്മിറ്റികൾ ഉണ്ടാക്കുന്നത് കൊണ്ട് കാര്യമില്ല. അവയുടെ അധ്യക്ഷൻ ആരായാലും രാധാകൃഷ്ണൻ കമ്മിറ്റി പോലും സംവിധാനം മെച്ചപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. ഇന്ന് വരെ അതിൻ്റെ ഒരു ശുപാർശയും നടപ്പാക്കിയിട്ടില്ല. അപ്പോഴാണ് പുതിയ സമരം വന്നപ്പോൾ ഇപ്പോഴത്തെ കമ്മിറ്റി. അതിൽ ഒരു മുൻ IB ചീഫ് ഉണ്ട്, ഒരു IT കമ്പനിയുടെ ഉടമയുണ്ട്, ഒരു ഗോമൂത്ര വിദഗ്ധനുണ്ട്. और एक गौमूत्र के विशेषज्ञ भी हैं. നിങ്ങൾ ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ പുതിയ പുതിയ ആംഗിളുകളിൽ ഫോണിൽ വീഡിയോകൾ എടുക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് ക്യാമറയുടെ ആംഗിൾ അല്ല, ഹൃദയത്തിൻ്റെ ആംഗിൾ തന്നെ മാറ്റേണ്ടി വരും. ഈ തലമുറ ജാഗ്രതയുള്ളവരാണ്, എല്ലാം മനസ്സിലാക്കുന്നു. കള്ളം തിരിച്ചറിയാനുള്ള അവരുടെ കഴിവ് അപാരമാണ്. അവരുടെ ഹൃദയവും മനസ്സും ജയിക്കാൻ നിങ്ങൾ സത്യത്തിലേക്ക് ഇറങ്ങണം. വിദ്യാർത്ഥികളെ തെരുവിൽ നിന്ന് നീക്കം ചെയ്യാം, പക്ഷേ അവരുടെ ചോദ്യങ്ങളെ നീക്കം ചെയ്യാൻ നിങ്ങൾക്കാവില്ല. പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും മേൽ വീണ ഓരോ ലാത്തിയും ആ കുട്ടികളുടെ പുറത്തേക്കാൾ കൂടുതൽ സർക്കാരിന്റെ വിശ്വാസ്യതയ്ക്ക് മേലാണ് പതിച്ചത്. നിങ്ങളുടെ ഭരണത്തിൽ ഞങ്ങൾ വലിയ വലിയ മോഷണങ്ങൾ കണ്ടു. राम मंदिर में चंदा की चोरी, आपके उद्योगपति मित्रों द्वारा देश की संपत्ति की चोरी, किसानों की जमीन की चोरी, लेकिन सबसे बड़ी चोरी, हाँ ठीक है, सबसे बड़ी चोरी तब हुई. बोलिए. തെരഞ്ഞെടുപ്പിൽ വോട്ടുകളുടെ മോഷണം, രാമക്ഷേത്രത്തിൽ പണമോഷണം, നിങ്ങളുടെ വ്യവസായി സുഹൃത്തുക്കൾ രാജ്യത്തിൻ്റെ സ്വത്ത് മോഷിക്കുന്നു, കർഷകരുടെ ഭൂമി മോഷ്ടിക്കുന്നു. എന്നാൽ ഏറ്റവും വലിയ മോഷണം എപ്പോഴാണ് സംഭവിച്ചത്? രാജ്യത്തിൻ്റെ യുവാക്കളുടെ ഭാവിയും സ്വപ്നങ്ങളും മോഷ്ടിക്കപ്പെട്ടപ്പോഴാണ്. ഭാവിയുടെ മോഷണം നടന്നപ്പോഴാണ്. സ്വപ്നങ്ങളുടെ മോഷണം ഏതൊരു മോഷണത്തെക്കാളും വലുതാണ് സാർ അത്. രാജ്യത്തിൻ്റെ യുവാവ് നിരാശനായാൽ, യുവതി നിരാശനായാൽ, അവരുടെ പ്രതീക്ഷകൾ തകർന്നാൽ ഏറ്റവും വലിയ പരാജയം ഭാരതത്തിൻ്റെ പരാജയമായിരിക്കും. ഞങ്ങളും കോൺഗ്രസും പ്രതിപക്ഷവും ജീവൻ ത്യജിക്കും, പക്ഷേ ഭാരതത്തിൻ്റെ പരാജയം അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് പ്രിയങ്ക പ്രസംഗം അവസാനിപ്പിച്ചത്. പ്രസംഗാനന്തരവും അവരുന്നയിച്ച പ്രശ്നം പ്രഹ്ലാദ് ജോഷിയുടെ വിശ്വാസ്യത നഷ്ടമടക്കം രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുകയാണ്. പിന്നെ എങ്ങനെ BJPക്ക് കലിയടക്കാൻ കഴിയും? നന്ദി, നമസ്കാരം.